നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് ഇതെന്ത് പറ്റി? കഴിഞ്ഞ മാസം നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. ബോളിവുഡ് താരമായിട്ടുള്ള അമിതാഭ് ബച്ചനെയും ഐശ്വര്യ റായ് ബച്ചനെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിലാണ് രാഹുൽ വലിയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട്, അതായത് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ നയിക്കുന്ന ആളുകൾ രാമക്ഷേത്ര പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാൽ അമിതാഭ് ബച്ചനും ഒപ്പം തന്നെ ഐശ്വര്യ റായ് ബച്ചൻ പോലുള്ള സെലിബ്രിറ്റികളെ മാത്രമാണ് അവിടേക്ക് ക്ഷണിച്ചിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. നിങ്ങളിൽ ആരൊക്കെ രാമമന്ദിർ പ്രാണപ്രതിഷ്ഠ കണ്ടു? അവിടെ നിങ്ങൾ എത്ര OBC SC ST മുഖങ്ങളെ കണ്ടു? നിങ്ങൾ അമിതാഭ് ബച്ചൻ പങ്കെടുത്തത് കണ്ടായിരിക്കാം, ഐശ്വര്യ ബച്ചൻ പങ്കെടുത്തത് കണ്ടായിരിക്കാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവിടെ പങ്കെടുത്തിരുന്നില്ല. നിങ്ങൾക്കൊരിക്കലും രാജ്യത്തെ നിയന്ത്രിക്കുവാൻ കഴിയില്ല എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഉറപ്പാക്കാൻ ഈ ആളുകൾ ആഗ്രഹിക്കുന്നു എന്നതാണ് അവിടെ വരാത്തതിന് കാരണമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം തന്നെ RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെയും നേതൃത്വത്തിലായിരുന്നല്ലോ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് എന്ന് ഇന്ത്യ മുഴുവനുള്ളവർക്കറിയാം. ആയിരക്കണക്കിന് സെലിബ്രിറ്റികളും രാഷ്ട്രീയക്കാരും മറ്റു പൗരപ്രമുഖരും അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങിൽ അന്ന് പക്ഷേ പ്രതിപക്ഷം പൂർണ്ണമായും മാറി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. BJP രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷം അതിൽ നിന്ന് മാറി നിന്നതും ഒഴിവായി നിന്നതും. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് കോൺഗ്രസിനോടൊപ്പമുള്ളവരോ ഇനിയെങ്കിലും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. താങ്കൾ ഈ കഴിഞ്ഞ മാസം നടന്ന പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വരുന്ന വാദങ്ങളെ, അതിൻ്റെ ചർച്ചകളിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നതിന് ശേഷം ഇന്ന് ചോദിക്കുകയാണ് അതിനകത്ത് പങ്കെടുത്തത് വെറും സെലിബ്രിറ്റികൾ മാത്രമായിരുന്നുവെന്ന്. എത്ര പേർ പങ്കെടുത്തിരുന്നുവെന്ന് ഒരു അറിവുണ്ടോ ഈ രാഹുൽ ഗാന്ധിക്ക്? ഈ രാഹുൽ ഗാന്ധി ഒരു നിമിഷമെങ്കിലും അവിടെ നടന്ന ചടങ്ങുകളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തിന്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നടക്കുന്ന സംവിധാനങ്ങളോ സംഭവങ്ങളെയോ കുറിച്ച് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിവികാസം സംഭവിച്ച വ്യക്തിത്വമായി മാറുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും ഉണർന്നെണീക്കേണ്ടിയിരിക്കുന്നു. താൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിലെ നേതാക്കൾക്കെല്ലാം അറിയാം, ഈ രാഹുൽ ഗാന്ധിയെ വെച്ച് മുന്നോട്ട് പോയാൽ ഒരിക്കൽ പോലും ഈ രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കറിയാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മാത്രം അറിയില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ ജോഡോ യാത്ര, ന്യായ് യാത്ര എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് മാത്രം. അവിടെ ചെന്ന് നിന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരെ ഉൾപ്പെടുത്തുവാൻ, SC ST വിഭാഗക്കാരെ ഉൾപ്പെടുത്തുവാൻ, പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക, ഈ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ എന്ന് പറയപ്പെടുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ആ രാഷ്ട്രപതി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് മാത്രം താങ്കളൊന്ന് മനസ്സിലാക്കുക. ആ രാഷ്ട്രപതിയെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് തന്നെയായിരുന്നു കഴിഞ്ഞ മാസം നടന്നത് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. എന്തായാലും കഴിഞ്ഞ മാസം നടന്ന ചടങ്ങുകൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധി ഒന്ന് ചിന്തിക്കേണ്ടത്, തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലം ഇങ്ങ് കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ വയനാട്ടിൽ വന്യജീവികളുടെയും ആനയുടെയും ശല്യം കാരണം ജനത്തിന് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ജനങ്ങളെ കൊല്ലുന്ന ആനകളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ജനങ്ങളോട് സംബന്ധിച്ചാൽ അവർ പറയുന്നത് ഇവിടെ ഒരു MP ഉണ്ടായിരുന്നു, ഒരു MP ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അറിയില്ല, വന്യജീവികൾ ആക്രമിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല, ആനകൾ ചവിട്ടി കൊല്ലുന്നതിനെക്കുറിച്ച് അറിയില്ല. ഇതൊന്നും അറിയാതെ സുഖലോലുപനായി കഴിയുന്ന ഒരു MPയെ കടമെടുത്ത് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കടമെടുത്ത് കൊടുത്ത ഒരു കോൺഗ്രസ്സുകാരനായ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, ഈ വയനാട് പോലൊരു ജില്ലയിൽ വന്നു നിന്ന് താങ്കൾ മത്സരിച്ച് വിജയിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് താങ്കളെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം താങ്കൾ ചിന്തിച്ചാൽ മതി. എന്നാൽ താങ്കൾ
ഈ ഭാരത് ജോഡോ യാത്ര പോലുള്ള യാത്രകൾ ഉപേക്ഷിച്ചിട്ട് താങ്കളുടെ മണ്ഡലത്തിലേക്ക് വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള സമാശ്വാസം നടത്തുവാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ നടത്തേണ്ടത്. എങ്ങനെ കഴിയും? താങ്കളെ ഉപദേശിക്കുവാൻ നടക്കുന്ന ഈ KC വേണുഗോപാലിനെ പോലുള്ളവർ ഉള്ളിടത്തോളം കാലം താനും താൻ്റെ പാർട്ടിയും ഒരിക്കലും നന്നാകാൻ പോകില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇനി ഒരിക്കലും ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിൽ രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് KC വേണുഗോപാലും ഒന്ന് രാഹുൽ ഗാന്ധിയും ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. KC വേണുഗോപാലിനെ പോലൊരു നേതാവ് താങ്കൾക്ക് ഉപദേശകനായി എന്ന് വന്നുവോ അന്നു മുതലാണ് താങ്കളും താങ്കളുടെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇങ്ങനെ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങിയത് എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളുടെ വാദങ്ങൾ പോലും, അവർ പറയുന്നത് പോലും കേൾക്കാൻ കാതുകൊടുക്കാത്ത ഒരു വ്യക്തിത്വമാണ് താങ്കൾ, രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, താങ്കളെ കൊണ്ടു നടക്കുന്ന KC വേണുഗോപാലിനെ പോലുള്ള പഴഞ്ചൻ ഈ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുന്ന വളരെ സ്വാർത്ഥന്മാരായിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ, അത്തരത്തിലൊരാളാണ് ഈ KC വേണുഗോപാൽ. ആ KC വേണുഗോപാൽ ഈ കോൺഗ്രസിനെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഒരിടത്തും കൈപ്പത്തിയും താങ്കളുടെ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ഉണ്ടാകില്ല. അത് ഇല്ലാതാക്കിയതിന് താങ്കളും താങ്കളുടെ KC വേണുഗോപാലും മാത്രമാണ് ഉത്തരവാദി എന്ന് അറിയുക. അതെങ്കിലും തിരിച്ചറിയുവാനുള്ള ഒരു സാമാന്യ ബുദ്ധി താങ്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാതെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുത്തവരിൽ SC/ST-ക്കാരുണ്ടായിരുന്നോ, ജാതി തിരിച്ച് കണക്ക് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് പിന്നെ കണക്ക് കൂട്ടാം. പകരം ഇവിടെ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും, അതായത് കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളും അടക്കമുള്ളവർ ഈ അവരുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാര്യം മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ താങ്കളുടെ ഈ പ്രസ്ഥാനം ഇവിടെ തകർന്ന് തരിപ്പണമാകും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഈ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ചേർന്ന് ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ 6 അടി മണ്ണിലേക്ക് കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. അതിൻ്റെ അവസാനത്തെ ആണി അടിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ ജോഡോ യാത്രയിലൂടെ. ഒപ്പം കൂട്ടുനിൽക്കുന്ന KC വേണുഗോപാലിനെ താങ്കൾ എത്രത്തോളം കാലം ചുമക്കുമോ അത്രത്തോളം കാലം താങ്കളും താങ്കളുടെ ഈ പ്രസ്ഥാനവും നാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഗതി പിടിക്കാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, രാമനെ മറക്കുക. പകരം നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ ഓർക്കുക.